قال رسول الله صلى الله عليه وسلم الغازي في سبيل الله والحاج والمعتمر وفد الله دعاهم فأجابوه وسألوه فأعطاهم. وقال النبي صلى الله عليه وسلم أفضل الدعاء دعاء يوم عرفة وأفضل ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. صدق الله ورسوله النبي الكريم. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ലോകമൊന്നാകെ ഇസ്ലാമിക കേന്ദ്രമാകുന്ന മക്കയിലേക്കും അറഫയിലേക്കും ശ്രദ്ധ തിരിച്ചിരിക്കുന്ന ഈ സന്ദർഭം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം സന്തോഷം കൊണ്ടും അവർക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യങ്ങളും വർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ എന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് അതിൽ വിജയം കൈവരിച്ചതിന്റെ ഒരു വർഷാവർഷമുള്ള ഒരു അനുസ്മരണ കൂടിയാണ് നമ്മൾ ഈദുൽ അദ്ഹ എന്ന പേരിൽ അറിയപ്പെടുന്ന നാളെ നടക്കാനിരിക്കുന്ന ബലിപെരുന്നാളും ബലിക്കർമ്മവും. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ ഇരിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് പ്രാർത്ഥിച്ച അല്ലാഹുവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏകമകൻ, തനിക്ക് നേരത്തെയുള്ള സാറ എന്ന ഭാര്യയിൽ നിന്നും ഒരു കുട്ടിയും ജനിക്കുന്നില്ല എന്ന് വന്ന സന്ദർഭത്തിൽ, തനിക്കും പ്രായത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും അങ്ങേയറ്റത്തെ അവസ്ഥ എത്തിയെന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിയെ കാണാൻ പലപ്പോഴായി ആഗ്രഹിച്ചിരിക്കുന്നത് സാറാ ബീവി തന്നെ തിരിച്ചറിയുകയും സാറാ ബീവിക്ക് ലഭ്യമായ ഒരു അടിമപ്പെണ്ണ്, അവരുടേതായ ഒരു അടിമ സ്ത്രീ, അത് തന്റെ ഭർത്താവിന്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് തനിക്കൊരു കുഞ്ഞുകാല് കാണാൻ സാധിച്ചില്ലെങ്കിലും മറ്റൊരു ഭാര്യയിലൂടെ ഒരു കുഞ്ഞെങ്കിലും ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബീവി സാറ ഹദിയയായി നൽകിയതാണ് ഹാജറ ബീവി എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ. സ്വതന്ത്രമാക്കി നൽകി. എന്നിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അതിലൂടെ ജനിച്ചു കിട്ടിയ ഏക മകൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഖാല റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നിങ്ങനെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉത്തരമായി അല്ലാഹു തആല നൽകി അനുഗ്രഹിച്ച ഏക മകൻ. ഫലമ്മാ ബലഗ മഅഹു സയ്യ ഖാല ഇന്നി അറാ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ഈ കുട്ടിയെ ചരിത്രങ്ങൾ വളരെ നീണ്ടതാണെങ്കിലും വളരെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം ചരിത്രങ്ങളിലൂടെ പറയപ്പെടുന്നത് 13 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ തന്റെ പിതാവിനോടൊപ്പം അത്യാവശ്യം അധ്വാനിക്കാനും ഓടി നടക്കാനും പണിയെടുക്കാനും ഒക്കെ സഹായിച്ചു കൊടുക്കുന്ന പ്രായം. അതാണ് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞു. ഈ ഒരു സമയം എത്തിയപ്പോൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഖലീലാണ്. എന്തിനും ഏതിനേക്കാളും അല്ലാഹുവിനെ പ്രിയപ്പെടുന്ന എന്റെ അടിമ എന്ന നിലയിൽ പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഒരു ഭാഗം മകന് കൊടുത്തു പോകുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വല്ല കുറവും വരുത്തുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം ഒരു ഖുർബാൻ അല്ലെങ്കിൽ ഒരു ജീവാർപ്പണം എന്നതിലപ്പുറം ഒരുപാട് ത്യാഗങ്ങൾ ഇബ്രാഹിം നബി ആ വിഷയത്തിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. സാധാരണഗതിയിൽ രക്തസാക്ഷിത്വവും ജിഹാദിന്റെ രംഗങ്ങളിൽ ആളുകൾ മരിച്ചു വീഴുകയും ജീവൻ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ധാരാളമായി ആയിരക്കണക്കിന് ആളുകളിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. പക്ഷെ അതിനെല്ലാം വിരുദ്ധമായ, അതിനെല്ലാം വിയോജിപ്പുള്ള ഒരുപാട് മേഖലകളിൽ ഇതിൽ കാണാൻ സാധിക്കും. ഒന്ന് തന്റെ മകനെയാണ്, മറ്റൊന്ന് മകൻ ആഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് വൈകിയ വേളയിൽ കിട്ടിയിട്ടുള്ള ഏക സന്താനം. ആ സന്താനം നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് പകരം വെക്കാൻ അന്നേ വരെ തന്റെ കയ്യിലില്ല. ഇങ്ങനത്തെ ഏക സന്തതിയെ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാത്തിരുന്ന മകൻ, തന്നോടൊപ്പം തന്റെ വാർദ്ധക്യ സമയത്ത് തനിക്ക് സഹായിക്കാൻ ആവശ്യമെത്തിരിക്കുന്ന ഒരു യുവത്വത്തിലേക്ക് കടന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു മകൻ, അതോടൊപ്പം വളരെ അനുസരണാശീലമുള്ള മാതാപിതാക്കന്മാരോട് എന്നും സ്നേഹവാത്സല്യത്തോടുകൂടി സ്നേഹിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന മകൻ, ഈ മകനെയാണ്, അതും അല്ലാഹു തആല ആ മകനെ ഖുർബാൻ ചെയ്യാൻ കൽപ്പിക്കുന്നത് തന്റെ കൈകളിലൂടെയാണ്. മറ്റാരെയും ഏൽപ്പിക്കാൻ പാടില്ല, താൻ തന്നെ ആ കൃത്യം ചെയ്തിരിക്കണം.
ആലോചിച്ചു നോക്കി. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ അങ്ങോട്ട് പോയിട്ട് സ്വന്തം രക്തസാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആർക്കും ഒരു പക്ഷേ സന്നദ്ധരായി വരാം. ഒരല്പം ഈമാനുണ്ടെങ്കിൽ ആർക്കും അതിന് സാധ്യമാകുന്ന സംഗതിയാണ്. ധാരാളം ചരിത്രത്തിൽ അത് തെളിവുള്ള സംഗതിയാണ്. പക്ഷേ താൻ കഷ്ടപ്പെടുന്നെങ്കിലും തന്റെ മകൻ കഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു പിതാവിന്റെ മനസ്സെന്ന്. അങ്ങനത്തെ പിതാവിന് തന്റെ സ്വന്തം മകനെയാണ് ബലിയർപ്പിക്കേണ്ടി വരുന്നത്. അതും അള്ളാഹുന്റെ നേരിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുന്റെ സ്വപ്നമാണ്. അള്ളാഹുവിന്റെ വ്യക്തമായ കൽപ്പനകളുടെ ഒരു സ്ഥാനത്താണ് പടച്ചവന്റെ സ്വപ്നങ്ങൾ എന്നുള്ളത്. പ്രവാചകരും ആ സമയത്തും അത് വഹി തന്നെയാണ്. എന്നിട്ട് ഇത് തന്റെ മകനോട് കൂടി ആലോചിക്കുക വേണം. മകന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടിയോ യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലയോ പൊന്നോമന മകനെ, പിതാവേ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതെന്തോ അത് നിർവഹിക്കുക. അള്ളാഹു വേണ്ടുക വെച്ചാൽ ക്ഷമാലുവായി ഒതുങ്ങിത്തരുന്ന് കീഴ്പ്പെടുന്നവനായി താങ്കൾക്ക് എന്നെ എത്തിക്കാൻ സാധിക്കുമെന്ന് മകന്റെ മറുപടിയും. സ്വന്തം മാതാവിന്റെ സന്നിധിയിൽ നിന്നും അനുവാദം ചോദിച്ചാൽ വിവരം കിട്ടുമെന്നറിയാമെങ്കിൽ പോലും മാതാവിനെ ഈ വിവരം അറിയിക്കാനും ഈ രണ്ടുപേരുടെയും മനസ്സ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ് 3 ദിവസം ആവർത്തിച്ച് കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ സമയമില്ല എന്ന് വിധിയെഴുതിക്കൊണ്ട് തന്റെ മകനെയും കൂട്ടി നല്ല വസ്ത്രം അണിയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. മൂർച്ചയേറിയ ഒരു കത്തിയുമായിട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ മിനായുടെ നമ്മളിന്ന് കല്ലേറിന് വേണ്ടി നാളെ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലത്തേക്ക്. അവിടെ വെച്ചുകൊണ്ട് മകൻ പിതാവിനോട് പറയുന്നുണ്ട്, പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്നെ മലർത്തിക്കെടുത്തി എന്റെ മുഖം തിരുമുഖം കാണുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്നെ അറുക്കരുത്. എന്നെ നെറ്റിയുടെ ഭാഗം വെച്ചുകൊണ്ട് കമർത്തിക്കിടക്കണം. എന്റെ പൊന്നു മുഖം കാണുമ്പോൾ തങ്ങൾക്ക് വിമുഖരുണ്ടായി പോകാൻ പാടില്ല. എന്റെ മാതാവിനെ ഈ വിവരം താങ്കൾ എങ്ങനെ അറിയിക്കും? എന്റെ ഭാഗത്തുനിന്ന് ഒരു സലാം മാതാവിനെ അറിയിക്കണം എന്ന് മാത്രം. തങ്ങളുടെ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെച്ചുകൊണ്ട് വേറെ വല്ല ഉടുപ്പുമിട്ടുകൊണ്ടൊന്ന് മാറ്റി നിർത്തണം. കാരണം രക്തപ്പാടുകൾ മാതാവ് കണ്ടാൽ അതുകൊണ്ട് മാതാവിന് അമിതമായ ദുഃഖമുണ്ടാകരുത് എന്നൊക്കെ മകന്റെ ഭാഗത്തുനിന്നുള്ള ഉപദേശം. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യാ ഇന്ന കദാലിക നസ്ൽ മുസ്ലിമീൻ. ഇവിടെ വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞു, അവർ രണ്ടുപേരും അനുസരിച്ചു, കീഴ്പ്പെട്ടു അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി. ആ മകനെ നെറ്റി മണ്ണോട് ചേർത്തുകൊണ്ട് കിടത്തി. ഈ ഒരുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലാണ് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നമ്മുടെ ഭാഗത്തുനിന്ന് വിളി വന്നോ, അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുഅ്യാ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ട സ്വപ്നത്തിലൂടെയുള്ള നിർദ്ദേശം അങ്ങ് അവിടെ നിന്ന് നിർവഹിച്ചിരിക്കുകയാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല പറയുന്ന ഈ വചനം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വളരെ വലിയ പരീക്ഷണമാണ് എന്ന് അല്ലാഹു തആല, വ്യക്തമായ പരീക്ഷണമാണ്. അല്ലാഹുവാണ് പറയുന്നത്, പടച്ചതമ്പുരാനാണ് അത് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടുത്ത പരീക്ഷണത്തെ നേരിട്ടിട്ടുണ്ട്. വളരെ ശക്തമായ പരീക്ഷണം. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം കൈകൊണ്ട് മക്കൾ മരിക്കാനിടയാകുന്ന ചില സന്ദർഭങ്ങൾ ആ പിതാവ് പിന്നെ മരണം വരെ ചിലപ്പോൾ വിട്ടുകളയാറില്ല. പല പിതാക്കന്മാരും ഒരുപക്ഷെ അതിന്റെ പേരിൽ തന്നെ വ്യാകുലപ്പെട്ട് ചിന്താകുലനായി ഒരു മാനസിക രോഗിയായി അവസാനം വരെ പോയി കണ്ട ഒരുപാട് പിതാക്കന്മാരുടെ ചരിത്രങ്ങളുണ്ട്. ഒരുപക്ഷെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ മകളോ അതിലാവപ്പെട്ട് ചതഞ്ഞ് മരിച്ചു പോകേണ്ട വിധിഗതികളുണ്ടായ പല സന്ദർഭങ്ങളും. ഇതൊരു പക്ഷേ അത് ഖത്അനാണ്, ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ സമാധാനിക്കും. ഇത് അങ്ങനെയുമല്ല, മനഃപൂർവ്വം തന്റെ ഒരു മകന്റെ ജീവനാണ് നശിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത് ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ വഫദൈനാഹു ബിദിബിഹിൻ അദീം. അത്യുന്നതമായ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ആടിനെ നാം ഇറക്കി കൊടുത്തുകൊണ്ട് പകരം ഉളുഹിയത്ത് ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് ദാനമായി നൽകി എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. ഇങ്ങനെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു അനുസ്മരണമായി ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തിക്കൊണ്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യൻ മിനസ് സാലിഹീൻ. ഇതിന് പകരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് തന്നെ
ഹാജറ ബീവി അല്ലാത്ത സാറാ ബീവിയിലൂടെ തന്നെ അല്ലാഹു തആല ഇസ്ഹാഖ് നബിയെ പ്രവാചകനായിട്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായി ഒരു മകനെ നാം സന്തോഷ വാർത്ത നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ശരി വളരെ കൃത്യമാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ആളുകൾ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, ഇസ്മായിൽ നബിയാണോ ഇസ്ഹാഖ് നബിയാണോ നബിയായിട്ടുള്ളത് അറക്കപ്പെടാൻ വിധിക്കപ്പെട്ടു പോയത്. അത് ഇസ്ഹാഖ് നബിയാകാൻ താല്പര്യപ്പെടുന്നത് ക്രൈസ്തവരാണ്. കാരണം അവരുടെ പിതൃ തലമുറ അവകാശപ്പെടുന്ന അവരുടെ വേര് അവിടുന്നാണ് പൊട്ടിമുളച്ചു വരുന്നത്. ഈസാ നബി വരെ വരുന്ന ഇസ്രായേലി സന്തതികളുടെ മുഴുവൻ തലമുറയും ഇസ്ഹാഖ് നബിയിലൂടെ. അതുകൊണ്ട് ഈ ഒരു ചരിത്രം അത് ഇസ്ഹാഖ് നബിക്ക് ചാർത്തിക്കൊടുക്കാൻ വേണ്ടി അവർ വ്യാജ രീതിയിൽ അവതരിപ്പിക്കാറാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ശരീഫ് അതിനെ തിരുത്തുന്നുണ്ട്. കാരണം ഇസ്മായിൽ നബിയുടെ അറവ് ആ കർമ്മം നിർവഹിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിന് വിധിക്കപ്പെട്ടപ്പോൾ അതിൽ താൻ വിജയിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇസ്ഹാഖ് നബി അള്ളാഹു തആല പിന്നീട് നൽകി അനുഗ്രഹിക്കുന്നത്. അത് ഇസ്ഹാഖ് നബിയാണ് എന്ന് അറിയിക്കുന്ന വേദഗ്രന്ഥങ്ങൾ, അവരുടെ കൈകളിലുള്ള വേദഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെ അത് ഇസ്ഹാഖ് നബി അല്ലാത്ത മറ്റൊരു മകനാണ് എന്ന് തെളിയിക്കാവുന്ന ധാരാളം തെളിവുകളുണ്ട്. 10 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാഖ് നബി ആദ്യമുണ്ടായ ഏകജാതനായ പുത്രനാകുന്ന ഇസ്മായിലിന് ശേഷമാണ് ഇസ്ഹാഖ് നബി ജനിക്കുന്നത് എന്ന് ബൈബിൾ കൊണ്ട് തന്നെ സമർപ്പിക്കാവുന്ന ധാരാളം തെളിവുകൾ ബൈബിളിൽ കിടക്കുന്നത്. എന്നിട്ടും ഈ വ്യാജമായ വാർത്തകൾ പ്രചരിച്ചു നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ചെയ്യിച്ചിരിക്കുന്ന പണി എന്താ? കഠിനമായ അള്ളാഹുവിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യക്തിപരമായും സാമൂഹ്യപരമായിട്ടും നമ്മൾ കുടുംബപരമായിട്ടും ഒക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പരീക്ഷണങ്ങളും ത്യാഗങ്ങളും ഒക്കെ അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾക്കും വേണ്ടി പറയപ്പെട്ടിട്ടുള്ളതാണ് എന്നതിനും കൂടി ഒരു തെളിവാണ്. പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ചില ആളുകൾ ചോദിച്ചു നോക്കും, നല്ല സുഖമായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെ ഈ പരീക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ തെറ്റുകുറ്റങ്ങൾ അകപ്പെട്ടുകൊണ്ട് ജീവിച്ചത് കൊണ്ട് മാത്രമാണ്, അള്ളാഹെ മറന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടാണ് അള്ളാഹുടെ പരീക്ഷണം. അതിന്റെ രൂപം മറ്റൊന്ന് വേറെയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധിക്കപ്പെടുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അൽ അംബിയ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ് ഏറ്റവും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഊദിതു ഫില്ലാഹ് വലം യുഅ അഹദും മിസ്ലി വഉഖിതു ഫില്ലാഹ് വലം ഉഖീഫ വമാ ഉഖീഫ അഹദും മിസ്ലി, അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്നെ ഭയപ്പെടുത്തപ്പെട്ടതുപോലെ ലോകത്താരെയും ഭയപ്പെടുത്തപ്പെട്ടിട്ടില്ല, എന്നെ ബുദ്ധിമുട്ടിക്കപ്പെട്ടതുപോലെ മറ്റാരും ഈ ലോകത്ത് പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും പരീക്ഷണത്തിന് വിധിക്കപ്പെടുന്നവർ അൽ അംബിയ ഫൽ അംസൽ ഫൽ അംസൽ, പിന്നീട് അവരോടടുത്തവർ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോരുത്തരെയും പരീക്ഷിക്കപ്പെടുന്നത്, പരീക്ഷണത്തിന് വിധിക്കപ്പെടുന്നത് ബിഹസ്ബി ദീനിഹിന, അവരവരിൽ ഉള്ള മതബോധത്തിന്റെയും അള്ളാഹുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഒക്കെ ത്യാഗങ്ങളിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ഈ ഭൗതിക ലോകത്തെ പരീക്ഷണം, ഇവിടുത്തെ ജീവഹാനി, ഇവിടുത്തെ സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇവിടെ വരുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ, ഇതൊക്കെ പടച്ചത് വരാൻ ദുന്യാവാണ് എന്നൊരു ചിന്ത നമുക്കെന്നും കൊണ്ടു നടക്കാൻ വേണ്ടി മാത്രമാണ്. എന്ത് ദുന്യാവ്? ഈ ഇഹലോകത്ത് വെച്ച് ലഭിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഫലസ്തീനിൽ മരിച്ചുപോയി. പിഞ്ചോമന മക്കളും പെണ്ണുങ്ങളും വൃദ്ധരുമായ ആളുകൾ മരിച്ചു വീണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശരിയായ സഹാബത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കടുത്ത പരീക്ഷണത്തിന് ആ അടിക്കടി ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരു ഭാഗത്ത് അല്ലാഹു തആല ശത്രുക്കളെ അല്ലാഹു തആല വെച്ചുകൊടുത്തു. അത് അവർക്ക് ദീനില്ലാത്തതിന്റെ പേരിലാണെന്ന് നമ്മൾ പറയരുത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായതിന്റെ പേരിൽ അല്ലാഹു തആല നൽകുന്ന ദുന്യാവിൽ നൽകുന്ന പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് അല്ലാഹു തആല ഉയർത്തി വെക്കാൻ, അത്യുന്നതമായ ദർജകൾ അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ദുന്യാവിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുക. അപ്പൊ ആ പരീക്ഷണങ്ങളുടെ അള്ളാഹുവിന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചതിന്റെ ഒരു
സ്മരണ കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജിനോടനുബന്ധമായ കർമ്മങ്ങളും. ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ അറക്കുന്ന ബലികർമ്മങ്ങളും ഉലഹിയത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഉലഹിയത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്ന് പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. വളരെ ഉന്നതമായ ശ്രേഷ്ഠമായ ദിവസം. ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടി അല്ലാഹുവിനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം. നമുക്കറിയാം അറഫ ദിവസത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് സവാല് മുതൽ ഏകദേശം രാത്രിയുടെ 2/3 ഭാഗവും കഴിഞ്ഞു കിടക്കുന്നത് വരെയുമാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഉച്ച സമയം മുതൽ സവാൽ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ സുബഹിയോടെ എടുക്കുന്ന സമയം വരെയുള്ള സമയമാണ് അറഫയുടെ സമയം. ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് 2 സഹാബത്ത് ഒരിക്കൽ നബിയുടെ സന്നിധിയിൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നബിതങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം തന്നെ മിനായുടെ ഹൈമയിൽ നബിതങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് 2 ആളുകൾ വന്നു. ഒരു അൻസാരിയായ സഹാബിയും മറ്റൊന്ന് ഒരു സഖീഫ്, ബനൂ സഖീഫ് എന്ന് പറഞ്ഞ തായിഫിലുള്ള ഒരു സഹാബിയും കൂടെ, 2 ആളുകളും കൂടെ അവിടെ വന്നുകൊണ്ട് നബിതങ്ങളുടെ സന്നിധിയിൽ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നു. അവർ വന്ന് ഇരുന്നപ്പോൾ തന്നെ, മിനായുടെ ഹൈമയിൽ വന്ന് ഇരുന്നപ്പോൾ തന്നെ നബിതങ്ങൾ അവിടെ അങ്ങോട്ട് പറഞ്ഞു, ഇൻ ശിഅ്തുമാ അഖ്ബർതുകുമാ, നിങ്ങൾ 2 പേർക്കും വേണമെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റി ചോദിക്കാനാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു തുടങ്ങാം, ഞാൻ മറുപടി നൽകാം. അപ്പൊ അവര് ഒരാൾ മറ്റേ ആൾ പറഞ്ഞു, നീ ചോദിക്കുന്നു പറഞ്ഞു. അദ്ദേഹം അൻസാരിയായ സഹാബിയോട് ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, പറഞ്ഞു നബിയോട്, അള്ളാഹുവിന്റെ പ്രവാചകരെ അവിടുന്ന് വിശദീകരിച്ചാലും ഞങ്ങൾ എന്തിനു വന്നു, എന്ത് ചോദിക്കാൻ വന്നു ആ ചോദ്യത്തിന്റെ മറുപടിയും അവിടുന്ന് പറഞ്ഞാലും. നിങ്ങളോടൊന്ന് പറഞ്ഞു, നിങ്ങൾ വന്ന് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, ഒരാൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാം കെട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അതിന്റെ കാലഘട്ടത്ത് വെച്ച് അദ്ദേഹം പുറപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്താണെന്നും, അത് മക്കയിൽ വന്നുകൊണ്ട് കാബയിൽ തവാഫ് ചെയ്തതിനു ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന്റെ പ്രതിഫലം എന്താണെന്നും, അദ്ദേഹം സഫാ മർവാ മലകൾക്കിടയിൽ സൈ ചെയ്യുമ്പോൾ ആ സൈന്റെ പേരിൽ എന്താണ് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുക എന്നും, പിന്നീട് അറഫാ ദിവസത്തിൽ ആ സംഗമത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രതിഫലം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വന്നതിന് ശേഷം മിനായിൽ ജംറത്തുൽ അഖബകളിൽ പോയി നിങ്ങൾ എറിയുമ്പോൾ ഓരോ ഏറിനും എന്താണ് അതിന്റെ പ്രയോജനം എന്ന് ചോദിക്കാൻ നിങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം അവൻ ബലിമൃഗത്തെ ഇറക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എന്താണ്, ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് തവാഫും ഇഫാദയ്ക്ക് വേണ്ടി മക്കയിൽ ചെന്ന് തവാഫ് ചെയ്തതിന്റെ പ്രതിഫലം എന്താണ്, ഇതൊക്കെ ചോദിക്കാനല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നല്ല ദിവസം, ഒതുങ്ങി അടങ്ങി കർമ്മങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്ന മിനായുടെ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വസ്ഥമായിരിക്കുന്നിടത്ത് വന്ന് ചോദിക്കുക. അതെ, അതെല്ലാം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. നിബിധങ്ങളോടൊന്ന് പറഞ്ഞു, ഒരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ചു. അവർ അവന്റെ വാഹനമാകുന്ന ഒട്ടകപ്പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ ഓരോ കാൽ ചുവടുകളും പൊക്കുകയും വെക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഒരു ദർജ അവൻ ഉയർത്തപ്പെടുകയും ഒരു പാവം തെറ്റ് അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര കണ്ട് വൈദൂരം താണ്ടുന്നോ അത്ര കണ്ട് അവന്റെ പാപകങ്ങൾ പൊറുക്കപ്പെടുകയും അവന്റെ ഉന്നതമായ പദവികൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു തആല അവനെ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. ഒരാൾ തവാഫിന് ശേഷം അവിടെ വന്ന് സിയാറത്തിന്റെ തവാഫിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ ഇസ്മായിൽ നബിയുടെ പരമ്പരകളിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്ക ചൊല്ലിയതിന്റെ മോചനം നടത്തിയതിന്റെ അടിമ മോചനം നടത്തിയതിന്റെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സഫാ മർവത്തിന് ശേഷം സഫാ മർവക്കിടയിൽ അദ്ദേഹം ഓടി സൈ ചെയ്യുന്നതോടുകൂടെ അവന് ലഭിക്കുന്ന പ്രതിഫലം 70 അടിമകളെ അവൻ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. അതിനുശേഷം അറഫാ ദിവസം അറഫാ സംഗമത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് നാഥനോട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ അല്ലാഹു പടച്ചവന്റെ ഭാഗത്തുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം മലായിക്കത്തുകളിലേക്ക് നോക്കിക്കൊണ്ട് ഈ മുഅ്മിനീങ്ങളെ മുഴുവൻ നോക്കിക്കൊണ്ട് മലായിക്കത്തുകളോട് പറയും, അല്ലയോ മലായിക്കത്തുകളെ, ഉൻദുറൂ ഇലാ ഇബാദി ജാഊനി ശുഅതൻ ഗുബ്റൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിദൂര ദിക്കുകളിൽ നിന്നും എന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പൊടിപടലങ്ങൾ പിടിച്ച വസ്ത്രവും ശരീരവുമായിട്ട് അവർ വന്നിരിക്കുന്ന കൈനീട്ടിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ അവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അറിയുന്നവനോടൊപ്പവും അല്ലാഹു തആല മലായിക്കത്തുകളോട് ചോദിക്കുന്നു, അവരെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു മലായിക്കത്ത്. അപ്പോൾ മലക്കുകളുടെ മറുപടി, അവർ നിന്നോട് ചോദിക്കുന്നത് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയും നരകമോചനവുമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
സ്വർഗമാണ് അവർ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരോട് മലായിക്കത്തുകളോട് അല്ലാഹു തആല പറയും, അവരുടെ പാപങ്ങൾ മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. സമുദ്രത്തിന്റെ നുരകളോളം, മണൽ തരികളോളം, അതേപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഇലകളോളം അവരുടെ പാപങ്ങൾ കൂടുതലാണെങ്കിൽ പോലും അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് ഈ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു തആല പറയും. അതിനുശേഷം അവര് മശ്അറുൽ ഹറാമിലൂടെ കടന്നു വന്ന് അവരവരുടെ ബലിമൃഗ ജംറത്തുൽ അഖബയിൽ വന്ന് കല്ലെറിയുമ്പോൾ ഓരോ കല്ലിനും പകരം അവനെ നശിപ്പിക്കാൻ പാകമായ, നരകത്തിൽ കൊണ്ടുപോകാൻ പാകമായ വൻപാപങ്ങളിൽപ്പെട്ട ഓരോ പാപങ്ങളാണ് ഓരോ കല്ലുകളുടെയും പേരിൽ ഓരോ ദിവസവും എറിയുന്ന 21 വീതം എറിയുന്ന കല്ലുകളുടെ പേരിൽ 3 ദിവസം കൊണ്ടും അതേപോലെ പെരുന്നാളിന്റെ അന്നറിയുന്ന 7 കല്ലുകൾ കൊണ്ടും അവന് ലഭ്യമാകാൻ പോകുന്നത്. ഓരോ ഏറിനും പകരം മൂകക്കാത്തായ വൻപാപങ്ങള്, മഹാപാപങ്ങളായ ഇത്രയും കുറ്റങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓരോന്നും ഇങ്ങനെ പുറത്തു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം അവൻ തലമുണ്ടനം ചെയ്യുമ്പോൾ, അവന്റെ മുടി കളയുമ്പോൾ ഓരോ മുടിയുടെയും പേരിൽ ഓരോ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കുകയും അവന്റെ ഒരു ഉന്നതമായ ഒരു പദവി അല്ലാഹു തആല ഉയർത്തിക്കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. അവൻ ബലിമൃഗത്തെ അറക്കുമ്പോൾ ആ ബലിമൃഗം അവന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു ദുഹുറ്, ഒരു ഒരുക്ക് സ്വത്തായിട്ട് അവിടെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ നിന്നും നമ്മൾ എഴുന്നേറ്റുകൊണ്ട് നമ്മുടെ കബറുകളിൽ നിന്നും നമ്മൾ മുളച്ചുപൊന്തി ജീവൻ പ്രാപിച്ചുകൊണ്ട് പിന്നെ മഹ്ശറയിലേക്ക് നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ആ എഴുന്നള്ളൽ, ആ സമയത്ത് വെറും നഗ്നഭാവനായി നടക്കേണ്ടി വരുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാഹന മൃഗമായിട്ട് അല്ലാഹു തആല അവനെ കൊടുത്തനുഗ്രഹിക്കും. അവനക്ക് ഒരു ഒരുക്ക് വാഹനമായിട്ട് അല്ലാഹു തആല അതിനെ കൊണ്ടുവരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഇതിനെല്ലാം ശേഷം അവൻ തവാഫിന് വേണ്ടി മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹാജിയുടെയും പിറകിൽ ചുമലിൽ അടിക്കാൻ വേണ്ടി ഓരോ മലക്കുകളെ അല്ലാഹു തആല പറഞ്ഞേക്കും. എന്നിട്ട് മലക്കുകൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ തോളിൽ അടിക്കുന്നത് പോലെ അവന്റെ തോളിൽ ചുമലിൽ അടിച്ചുകൊണ്ട് പറയും, അല്ലയോ ഹാജി, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്നു മുതൽ നീ ഒരു പുതിയ കർമ്മത്തിലേക്ക് നീങ്ങുകയാണ്. നീ ഒരു അമലും മുമ്പില്ലാത്തവനെ പോലെ, എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്ത ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചൊരു കുട്ടിയെ പോലെ നീ ഇന്നു മുതൽ ഒരു പുതിയ കർമ്മലോകത്തേക്ക് കടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആശീർവദിച്ചുകൊണ്ട് അവന്റെ തോളിൽ അടിച്ചുകൊണ്ട് മലക്കുകൾ സംസാരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഹാജിമാരുടെ പ്രതിഫലം എന്നുള്ളത്. നമ്മുടെ കുടുംബത്തില്, അയൽവാസികളിൽ, നാട്ടുകാരിൽ ഒക്കെ പലരും ഇന്ന് അവിടെ നമ്മൾ യാത്ര അയച്ചവരും നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു വിട്ട ആളുകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാജി, അതേപോലെ മുഅ്തമിർ, ഇമ്രക്ക് പുറപ്പെടുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാക്കൾ, ഇവരെല്ലാം അള്ളാഹുവിന്റെ വഫൂദാണ്. അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾക്കൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞയക്കുന്ന ഒരു നിവേദക സംഘമാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരാർക്ക് വേണ്ടിയൊക്കെ പൊറുക്കൽ ചോദിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ അവർക്ക് വേണ്ടിയും അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഹാജിമാരോട് വിവരാന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളത് പറയണം. പ്രത്യേകിച്ച് എന്നെ ഓർക്കണം, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് ടെലിഫോണിലൂടെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയും കൂടിയാണ്. വളരെ തെറ്റായ ചില ധാരണകൾ നമ്മൾക്കിടയിലൂടെ പരത്തിക്കൊണ്ടിരിക്കുന്ന 1-2 സംഭവങ്ങളിലൂടെ നമ്മൾ പറയുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങൾ. ഒന്ന്, നമ്മള് ഹജ്ജുൽ അക്ബർ എന്ന് പറയാറുണ്ട്. ഈ വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച അറഫയായി കഴിഞ്ഞാൽ എന്നുള്ള ഈ ഒരു സംസാരം, ഇത് ഇസ്ലാമിക വീക്ഷണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെയും ഖുർആനിന്റെയും വല്ല സാക്ഷ്യപ്പെടുത്തലും ഇതിനുണ്ടോ, പിൻബലമുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് പരിശോധിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ തെറ്റായ ചില ശരിയായ ധാരണകൾ അല്ലെങ്കിൽ അത് തിരുത്താമല്ലോ എന്ന അർത്ഥം കൊണ്ടുവന്നു. സംഗതി വെള്ളിയാഴ്ച ദിവസം അതിശ്രേഷ്ഠമായ ദിവസമാണ്. ആ ദിവസം ആഴ്ചകളുടെ ഉമ്മാണ്. അല്ലാഹു തആല വളരെ കൂടുതൽ ഇജാബത്ത് നൽകുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അവർ അവസരം കൊടുക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് ഈദ് എന്ന് പറയാൻ വിശേഷിപ്പിക്കേണ്ട ദിവസമാണ്. അതോടൊപ്പം അറഫയും രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോ ഡബിൾ പ്രയോജനങ്ങളും ഒരുപാട് അമിതമായ അധികമായ പ്രതിഫലങ്ങളുമൊക്കെ അതിലുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുകയില്ലെങ്കിലും നമ്മൾ ഈ പേര് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഒരു ശരിയായ കാഴ്ചപ്പാടുള്ള വിഷയമല്ല. വെള്ളിയാഴ്ച അറഫയായി കഴിഞ്ഞാൽ ഹജ്ജുൽ അക്ബറാണ് എന്ന് പറയുക എന്നുള്ളത് ഒരു വലിയൊരു അടിസ്ഥാനമുള്ള സംഗതിയൊന്നുമില്ല. അത് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്ത് ആദ്യമായിട്ട് ഓതി വെച്ചത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവുകളിലൂടെ ഹജ്ജുൽ അക്ബർ എന്ന പ്രയോഗം വന്നിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ ഹജ്ജുൽ അക്ബർ എന്ന പ്രയോഗം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് തൗബയുടെ 3-ാമത്തെ ആയത്താണ് വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലൻ നാസി യൗമൽ ഹജ്ജിൽ അക്ബരി അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീൻ. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹാബത്ത് ആ ആയത്തിനെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഹജ്ജുൽ അക്ബർ എന്താ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പിന് അദാനും മിനല്ലാഹ് അറിയിപ്പാണ്, ലോകത്തോടുള്ള അറിയിപ്പ്. എന്താണ് അറിയിപ്പ്? മക്ക വിജയം ഫതഹൊക്കെ കൈവരിച്ചതിന് ശേഷവും മക്കയുടെയും മറ്റു പരിസരങ്ങളിലുമൊക്കെ ഹറമിന്റെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുശ്രിക്കീങ്ങൾ, അവരുടെ ശിർക്കോടുകൂടി തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇനി മുതൽ ഈ മക്കയുടെയും ഹറമിന്റെയും പരിസരങ്ങളിൽ ജീവിക്കാനോ, ഇസ്ലാമിൽ നിന്നും പഴയകാലത്തെ ശത്രുതകളൊക്കെ അവസാനിപ്പിച്ചെങ്കിലും ഇനി ഇസ്ലാമിൽ നിന്ന് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും അതുമൊക്കെ ഇനി മുതൽ നിർത്തലാക്കാൻ വേണ്ടി പോകുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന, എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് അദാനും മിനല്ലാഹി വറസൂൽ. അള്ളാഹുവിൽ നിന്നും അവന്റെ പ്രവാചകനിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. എന്താണ് അറിയിപ്പ്? യൗമൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. ഹജ്ജുൽ അക്ബറിന്റെ ദിവസം അള്ളാഹു അറിയിക്കുകയാണ്, അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീൻ, എല്ലാ മുശ്രിക്കീങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവായവനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിന്നിരുന്ന ഏതെങ്കിലും ആനുകൂല്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു തആല മുക്തമായിരിക്കുന്നു എന്നുള്ള, അതിൽ നിന്നെല്ലാം അതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ്. അപ്പൊ ആ അറിയിപ്പോട് കൂടിയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സൂറത്ത് തൗബയുടെ തന്നെ കുറച്ചങ്ങോട്ട് പോയാൽ കാണാൻ സാധിക്കും, ഈ വർഷത്തിന് ശേഷം ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. മുശ്രിക്കീങ്ങൾക്ക് ഈ മസ്ജിദുൽ ഹറാമുമായിട്ട് ഈ വർഷത്തിന് ശേഷം ഇങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്നുള്ള അറിയിപ്പൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇത് അറിയിക്കണമല്ലോ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മക്ക ഫതഹിന് ശേഷം പിന്നീട് ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞ ഹജ്ജിന്റെ മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജിന് അമീറാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ദുൽഹജ്ജ് 9-ാമത്തെ വർഷം, ഹിജ്റ വർഷം 9-ാമത്തെ ഹജ്ജിന് പറഞ്ഞയക്കുന്നുണ്ട് മദീനയിൽ നിന്ന്. ആ ഹജ്ജില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അമീറായി പറഞ്ഞയക്കുക. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഈ ആയത്തിനെ നടപ്പിൽ വരുത്തുക എന്ന ഓർഡർ പ്രകാരം ആ ആയത്തിൽ പറയപ്പെട്ട അതേ ദിവസം എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ അക്ബറിന്റെ ദിവസം എന്നെ അടക്കുന്ന ഞാനടങ്ങുന്ന ഒരു സംഘത്തെ മിനയുടെയും മറ്റു പരിസരങ്ങളിലേക്കുമൊക്കെ പറഞ്ഞയച്ചുകൊണ്ട് ഈ വിളംബരം നടത്താൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞയച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് ഇമാം സഹീഹ് മുസ്ലിമിന് വിശദീകരണം എഴുതിയിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ പല വാക്കുകളും സഹാബത്തിന്റെ ഖൗലുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രയോഗമാണ്. ഒന്ന് യൗമുൽ ഹജ്ജുൽ അക്ബർ, മറ്റൊന്ന് ഹജ്ജുൽ അക്ബർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കർമ്മമാണ്, ഒരു ദിവസത്തിന്റെ പേരല്ല. വലിയ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും നിസ്കുകളും അടങ്ങുന്ന സാങ്കേതിക പറയുന്നത്. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്ന ദിവസമായിരുന്നു ഞങ്ങളെ പറഞ്ഞയച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസമായിരുന്നു. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ വിവിധ ദിവസങ്ങൾ, ഹജ്ജിന്റെ യൗമുൽ തർവിയ മുതൽ ഈ അയ്യാമുൽ തശ്രീഖിന്റെ 13-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ നിന്നും അതിശ്രേഷ്ഠമായ ദിവസം ഏതാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് അറഫാ ദിവസമാണെന്നും മറ്റൊന്ന് പെരുന്നാൾ ദിവസമാണെന്നുമുണ്ട്. അപ്പൊ ഈ റിവായത്തിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് യൗമുൽ ഹജ്ജുൽ അക്ബറിലാണ് എന്നെ പറഞ്ഞയച്ചിരുന്നത്. അതുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, പല പണ്ഡിതന്മാരുടെയും മുൻകാല പണ്ഡിതന്മാരുടെയും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹജ്ജുൽ അക്ബറിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസമാണ് ഇത് പരസ്യപ്പെടുത്താൻ വേണ്ടി ഞാനടങ്ങുന്ന സംഘത്തെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷത്തെയും വലിയ പെരുന്നാളിന്റെ ദിവസമാണ് അതാത് വർഷത്തെ ഹജ്ജുൽ അക്ബറിന്റെ ദിവസം. അത് വെള്ളിയാഴ്ച പെരുന്നാളായി അറഫയായി വന്നു കഴിഞ്ഞാൽ, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ വർഷത്തെ ഹജ്ജുൽ അക്ബറാണ് എന്ന്
അവാമുന്നാസ് പറയുന്നുണ്ട് എന്നറിഞ്ഞത്. അവാമുന്നാസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ വിവരമില്ലാത്ത പൊതുജനം പറയുന്നുണ്ട്. ഒരു പണ്ഡിതന്റെ പോലും പിന്തുണമില്ല. ഫല അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് അറിയാത്ത ചില സംഗതികൾ നമുക്ക് അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് പുണ്യകർമ്മമാണ്. ഏറ്റവും വലിയ കർമ്മത്തിന് പറയുന്ന പേരാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് കാലത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അത് എല്ലാ വർഷത്തിന്റെയും പെരുന്നാളിന്റെ ദിവസത്തിന് വേണ്ടി പറയപ്പെടുന്നതാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായി. മറ്റൊരു വിഷയം കൂടെ, കഴിഞ്ഞ ആഴ്ച ഖുതുബ പറഞ്ഞ് പ്രസംഗമെല്ലാം അവസാനിച്ച ഉടനെ തന്നെ പല ആളുകളും വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ് യൗമു അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് വളരെ കൃത്യമായി. സൗമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അന്നഹു യുകഫിറു സനത്തല്ലതി ഖബ്ലഹു വസനത്തല്ലതി ബഅദഹു. അറഫ ദിവസത്തിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹുവോട് പ്രതീക്ഷ അർപ്പിക്കുന്നത് കഴിഞ്ഞൊരു വർഷത്തിന്റെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്നതോടൊപ്പം തന്നെ അത് വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് ഞാൻ അല്ലാഹുവോട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരു വർഷം കൂടെ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ആ മനുഷ്യന്റെ പാവങ്ങൾ ആ വരാനിരിക്കുന്ന ഒരു പുസ്തകത്തിലായ ഒരു വർഷത്തിന്റെ പാവം കൂടെ പൊറുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിന്റെ ആയുസിന്റെയും കൂടെ പ്രതീക്ഷ അതിൽ അർപ്പിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന് വിലയിരുത്തിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യൗമു അറഫ എന്ന് പറയുന്നത്, അറഫ എന്ന് സംഗമ ഹാജിമാരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു നോമ്പായതുകൊണ്ട് അവിടെ അറഫ നടക്കുന്ന ദിവസം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ദിവസം നോക്കി നോമ്പ് നോക്കണ്ടേ. ആ സമയവും ആ സ്ഥലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയല്ലേ. ആ ഹാജിമാരെ അനുസ്മരിച്ചുകൊണ്ടല്ലേ ഹാജിമാരല്ലാത്ത ആളുകൾ ഇത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന രീതിയിൽ പല കോണുകളിലും സംസാര വിഷയമാകുന്നുണ്ട്. ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവിടെ മാസം കണ്ട അതേ മക്കയിൽ മാസം കണ്ട അടിസ്ഥാനത്തിൽ തന്നെ ലോകത്തെല്ലാം മാസം കണ്ടിട്ടുള്ളതെങ്കിൽ. പക്ഷെ ഇപ്പൊ ഇന്ന് ഈ വർഷം നമ്മുടെ നാട്ടിൽ നേരിട്ടുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കി. നാളെയാണ് ദുൽഹജ്ജ് 9 അവിടെ, മറ്റന്നാളാണ് പെരുന്നാള്. പക്ഷെ അറഫ വെള്ളിയാഴ്ചയുമാണ് നടക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ അറഫ നോമ്പ് നോറ്റു എന്നുള്ള പ്രതിഫലം എങ്ങനെയാണ് നാട്ടുകാരായ ആളുകൾക്ക് നാളെ നോക്കാൻ കിട്ടുമോ അത് ഇന്ന് ഓർക്കണോ എന്നുള്ള വിഷയമാണ്. ഇത് ഒരു പുതിയ വിഷയമൊന്നുമല്ല. ഇത്തരം ചർച്ചാ വിഷയം ഹിജ്റ 700ന്റെയും 800ന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായ അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ സന്നിധിയിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരികയും അതിന് എന്നുള്ള കൃത്യമായ മറുപടി കൊടുക്കുകയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്നുള്ള അതിൽ കൊടുക്കുന്നത്. അപ്പൊ അവരൊക്കെ കൊടുത്തുള്ള മറുപടി വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഭവം. നമ്മുടെ നാട്ടിൽ പലരും അറഫ ദിവസം വച്ച് നോമ്പ് വെക്കുന്നത് നാളെ നോമ്പ് വെക്കാൻ വെക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ നടക്കല്. ഇവിടെ രണ്ടും കൂടെ നമുക്ക് നോമ്പ് നോറ്റാൽ അൽഹംദുലില്ലാഹ് വളരെ നല്ല സംഗതിയാണ്. ഇന്നും നോറ്റു, നാളെയും കൂടെ നോറ്റു. പിന്നെ മറ്റന്നാള് പെരുന്നാളാണ് നാട്ടിലുള്ള ആളെ സംബന്ധിച്ചോളം. അതല്ല, ഒരു നോമ്പ് മാത്രമേ ഒരാൾക്ക് നോക്കാൻ സാധിക്കുന്നുള്ളൂ, ഒരു നോമ്പ് എടുക്കാനേ കഴിയുന്നുള്ളൂ. എങ്കിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ് മുൻകാല പണ്ഡിതന്മാരുടെ മുഴുവൻ അഭിപ്രായവും. അതത് നാട്ടുകളുടെ സോമു യൗമി അറഫ, അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ്, ആ നാട്ടിലെ ദുൽഹജ്ജ് 9 ആ നാടുകളിലെ ദുൽഹജ്ജ് 9 ആ നാട്ടിലെ ദുൽഹജ്ജ് 9. നമുക്കറിയാം, നമ്മളെ കേരളത്തിനേക്കാളും ഒരു ദിവസം 2 ദിവസമൊക്കെ വൈകിട്ടാൽ മിക്കവാറും ചിലപ്പോ ഡൽഹി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കാം. കിഴക്കൻ ഏരിയകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പൈൻസ്, ജപ്പാൻ പോലുള്ള നാടുകൾ, ഓസ്ട്രേലിയൻ പോലുള്ള നാടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവര് അറഫ ദിവസത്തിൽ തന്നെ നോമ്പ് വെക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതാത് നാടുകളിൽ ഒരു പക്ഷേ പെരുന്നാളിന് നോമ്പ് വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും, മുൻകൂട്ടി ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അവസ്ഥകളൊന്നും വന്നുപെടാതിരിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ അതാത് മാസങ്ങളിലെ അതാത് നാടുകളിലെ ദുൽഹജ്ജ് 9 ഏതാണോ ആ ദിവസം തന്നെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അറഫ എന്ന് പറയുന്ന ആ കർമ്മവുമായി ബന്ധപ്പെട്ട നോമ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ബന്ധാണുള്ളത്? കാലമുണ്ട്, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട നോമ്പല്ലത്. കാരണം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട നോമ്പാണെങ്കിൽ ഹാജിമാർക്കാണ് നോമ്പ് വിൽക്കണ്ടേ. അറഫയിൽ ആരെങ്കിലും ഹാജിമാർ നോമ്പുണ്ടോ? അറഫയിൽ നോമ്പ് വിൽക്കുക എന്നുള്ളത് കറാഹത്താണ്. ഹാജിമാരെ സംബന്ധിച്ചോളം നോമ്പ് വിൽക്കൽ കറാഹത്താണ് അവർക്ക്. പിന്നെ അതിന്റെ കൃത്യസമയം അറഫയിൽ നിൽക്കുന്ന സമയമൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള നോമ്പായാലും എങ്ങനെ സാധിക്കും? ഞാൻ എന്നോട് നേരത്തെ സൂചിപ്പിച്ചു, അറഫയുടെ സമയം തുടങ്ങുന്ന എപ്പോഴാ? നോമ്പിന്റെ സമയം എന്നുള്ളത് ഫജ്ർ മുതൽ ഉറൂബ് വരെ, മഗ്രിബ് വരെയാണ്. അറഫന്റെ സമയം തുടങ്ങുന്നതോ സവാൽ മുതൽ ളുഹ്ർ മുതൽ പിന്നീട് രാത്രിയുടെ ആ സമയം വരെയാണ്. രാത്രിയൊക്കെ നോമ്പിന്റെ ഒക്കെ സമയത്താണ്.
രാത്രി ഇങ്ങനെ നോമ്പിന്റെ സമയമാണിത്. ഇനി നമ്മളെ നാട് പോലുള്ള 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഈ ഫിലിപ്പൈൻ പോലുള്ള 5-6 മണിക്കൂർ ഇവിടത്തേക്കാൾ നേരത്തെ ഉദയം അസ്തമയം നടക്കുന്ന നാടാണെങ്കിൽ അവര് നാളെ നോമ്പ് വെച്ചാലും അവർക്ക് അറഫന്റെ കുറെ സമയം കിട്ടും. അല്ലേ? ആലോചിച്ച് നോക്കി. അറഫ നടക്കുന്ന സമയം എന്ന് പറയുമ്പോ അവർക്ക് നാളെയാണ് നോമ്പ് വെക്കുന്നതായിരിക്കും. അറഫ സംഗമം നടക്കുന്ന സമയത്തിൽ നല്ലൊരു സമയം അവർക്ക് കിട്ടും. നാളെ നോമ്പ് വെക്കുന്നവർക്കും കിട്ടും. നമ്മളെ ഇന്ത്യക്കാർക്കും കിട്ടും 2.5 മണിക്കൂർ കിട്ടും. അപ്പൊ അതുകൊണ്ട്, കാരണം നാളത്തെ സുബഹികളല്ലേ, അവിടുത്തെ സുബഹിയാകുമ്പോൾ അറഫയുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അറഫ സമയവുമായി ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നോമ്പായിട്ട് ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല. ദുൽഹജ്ജ് 9 എന്ന് ഇതുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒക്കെ വളരെ കൃത്യമായി ബോധത്തോടുകൂടി പറഞ്ഞിട്ടുള്ളതാണ്. സൗമു യൗമി അറഫ എന്ന് പറഞ്ഞതിന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? യൗമു താസി മിൻ ദുൽഹിജ്ജ് എന്ന ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഫിഖഹിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജ് 9 എന്ന് കൃത്യമായി എഴുതി കാണാൻ സാധിക്കുന്നുണ്ട്. ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തിൽ നടക്കുന്ന കർമ്മങ്ങളിലോട് തന്നെ ചേർത്തുകൊണ്ട് ഒരു നോമ്പായിരിക്കണം, ഹാജിമാരോടൊപ്പം സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മളുടെ ഐഡിയയിലൂടെ സംസാരിച്ചിട്ടൊന്നും ഇങ്ങനെ നമ്മൾ നോമ്പ് നോട്ടിട്ട് ഒരു ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ നമ്മൾ വിളിച്ചറിയിക്കുക നമ്മുടെ കുടുംബത്തോട് അറഫ നോമ്പാണ് നോൽക്കുന്നതെങ്കിൽ, ഒന്നാണ് നോൽക്കാൻ താല്പര്യമെങ്കിൽ അത് നാളത്തെ നോമ്പ് തന്നെയാണ് അവര് നോൽക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ട്, സോമുക്കും യൗമു തസൂമൂൻ വഫിത്റുക്കും യൗമു തുഫ്തിറൂൻ വഅദ്ഹാക്കും യൗമു തുളഹൂൻ, ഇബ്നു മാജയുടെയും തിർമിദിയുടെയും അതേ അബൂദാവൂദിന്റെയൊക്കെ ഒരുപാട് ശക്തമായ റിവായത്തുകളോട് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ നോമ്പ് നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ഫിത്ർ പെരുന്നാൾ നിങ്ങൾ പെരുന്നാൾ കഴിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ഉലുഹിയ്യത്തിന്റെ ദിവസം അഥവാ നിങ്ങളുടെ ബലിപെരുന്നാൾ നിങ്ങൾ ബലിപെരുന്നാൾ കഴിക്കുന്ന ദിവസമാണ്. എന്തിനാ ഈ പറഞ്ഞത്? അത് തന്നെയല്ലേ ഒരു അർത്ഥത്തിൽ ഒരു പ്രയോജനമില്ലാത്ത വചനമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനം? നിങ്ങളുടെ നോമ്പ് നിങ്ങൾ നോമ്പ് വെക്കുന്ന ദിവസം, നിങ്ങളുടെ പെരുന്നാൾ നിങ്ങൾ പെരുന്നാൾ കഴിക്കുന്ന ദിവസം, നിങ്ങളുടെ ബലിപെരുന്നാൾ നിങ്ങൾ ബലിപെരുന്നാൾ കഴിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മുടെ ഒരു ആശങ്ക അകറ്റുകയാണ്. നമ്മൾ പലർക്കും ഉണ്ടാകാറുണ്ട്, പടച്ചോനെ ഞാന് യഥാർത്ഥത്തിൽ ഇന്ന് നാളെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചിന്തിക്കും, ഇന്ത്യക്കാരായ ആളുകൾ ചിന്തിക്കും, ഇന്നിപ്പോ ഞാൻ നോമ്പാണ് നോട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ പെരുന്നാളാണല്ലോ. ആകെ ഒരു ആശങ്ക നമുക്ക്. ഈ ഡൗട്ടും ശക്കുമായി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ നിന്ന വലിയ പ്രയാസം. എന്ത് എന്നൊരു പ്രയാസം. നമുക്കൊരു വിശ്വാസവും ഉറപ്പും ദാർഢ്യതയും നിശ്ചയദാർഢ്യതയും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഇളക്കത്തോടുകൂടി നോമ്പോ പെരുന്നാളോ നമുക്ക് യാതൊരു ഉറപ്പില്ല. യഥാർത്ഥത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾ ഒന്നാണ് മക്കയെ കേന്ദ്രമാക്കിക്കൊണ്ട് പെരുന്നാൾ കഴിക്കുന്ന ദിവസം ഇന്നിപ്പോ ഞാൻ നോമ്പ് നോട്ട എങ്ങനെ ശരിയാവുക എന്നുള്ള രീതിയിൽ ഒരു ആശങ്കയിൽ നമ്മളിങ്ങനെ കഴിഞ്ഞുവിടുക. അവിടെ ഈ ആശങ്ക യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് പെരുന്നാളാ, ഞാൻ അറഫ നോമ്പ് നോക്കുകയാണല്ലോ എന്ന ഭയം നിങ്ങൾക്ക് വേണ്ട എന്ന് കാണിക്കാൻ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളാകുന്ന സമൂഹം, നിങ്ങളുടെ പ്രദേശവാസികൾ, നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ എന്നാണോ പെരുന്നാളാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് അള്ളാന്റെ സന്നിധിയിലും നിങ്ങളുടെ പെരുന്നാൾ എന്നാ പറഞ്ഞത്. അതേപോലെ നാട്ടുകാരും നിങ്ങളുടെ സമൂഹവും എന്നാണോ നോമ്പായി പ്രഖ്യാപിച്ചിട്ട് നോമ്പാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിലും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ബലിപെരുന്നാളും എന്നറിയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസൊക്കെ ഈ രീതി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഒരാള് അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്. ഒരാൾ ചോദിച്ചു, ഒരാൾ മാസം തന്നെ അത് കണ്ടു. ആ കണ്ടത് മക്കയിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പോയിട്ട് അവിടുത്തെ ഹാക്കിമിന്റെ സന്നിധിയിൽ പോയി വിവരം പറഞ്ഞു. പക്ഷെ ഇയാളുടെ സഹായത്തൊന്നും അവർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസപ്രഖ്യാപനം നടത്തിയില്ല. പക്ഷെ അയാൾക്ക് ആ വർഷം ഹജ്ജ് ചെയ്യണം. അയാൾ ഒരു ദിവസം തലേന്ന് തന്നെ മാസം കണ്ടിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചോളം 100% ഉറപ്പാണ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വെള്ളിയാഴ്ച മാസം കണ്ടിട്ടുണ്ട്. പിറ്റേന്ന് ശനിയാഴ്ചയാണ് അവര് ബാക്കിയുള്ളവരൊക്കെ ഞായറാഴ്ച ഒന്നാക്കിയിട്ടൊക്കെയാണ് പിന്നീട് ദുൽഹജ്ജ് ഒന്നായിട്ടാണ് നാട്ടിൽ നടപ്പ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഒന്നുമാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ അറഫയിരിക്കേണ്ടത്, ഞാൻ എങ്ങനെ പെരുന്നാളിക്കേണ്ടത്? അപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് എന്റെ അറഫ എന്റെ ഹക്കിൽ എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എന്റെ അറഫാക്കാൻ പോകുന്നത് ഞാൻ കണ്ട അടിസ്ഥാനത്തിൽ ഇവരൊക്കെ പെരുന്നാളാക്കുന്നതിന്റെ ഇവരെല്ലാം കൂടി പെരുന്നാളാകുന്ന ദിവസം ഞാൻ അതിന്റെ തലേന്ന് ദിവസം അറഫയുടെ നേരെ തലേ ദുൽഹജ്ജ് 8 ഇവർ അംഗീകരിക്കുന്ന ദിവസം ഞാൻ അറഫാക്കാൻ പോവാണ് എന്ന് വിചാരിച്ച ഒരാൾ ചെന്നാൽ ആ മനുഷ്യന് ഹജ്ജുമില്ല അറഫയുമില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ മുന്നിൽ സന്നിധിയിൽ വന്ന് ആളുകൾ ഫത്വ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട്
നാട്ടുകാരോടൊപ്പം സമൂഹത്തോടൊപ്പം അതത് നാടുകളിലും അവിടെ അതത് പ്രദേശങ്ങളിലുമൊക്കെ എന്നാണ് ഹജ്ജും പെരുന്നാളും അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് അവരുടെ ഹജ്ജും പെരുന്നാളും യോമുത്താസും അശ്ര ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ രീതിയിൽ ആ നാടുകളുടെ രൂപവും അവിടെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളോടും ഒക്കെ ഒട്ടിച്ചേർന്നുകൊണ്ട് തന്നെ നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സെറ്റപ്പും ഇല്ല, ഒരു സംവിധാനം ഇല്ലാത്ത ഒരു നാട്ടിലാണ്. ധാരാളം മുസ്ലിമീങ്ങളൊന്നും ജീവിക്കാത്ത ഏതോ ഒരു പ്രദേശത്ത് പോയി പഠിക്കുന്ന ചില വിദ്യാർത്ഥികളൊക്കെയാണ്. ആ നാട്ടിൽ അങ്ങനെ ഒരു മാസം കാണുന്ന സംവിധാനമോ അത് കണ്ട് ഉറപ്പിക്കുന്ന സംവിധാനമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും അടുത്ത നാട്ടുകളില് വിധികളും അവിടുത്തെ പ്രഖ്യാപനങ്ങളും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാം. അതല്ലെങ്കിൽ മക്കയെ കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിക്കാം. അതൊക്കെ പണ്ഡിതന്മാർ അളവ് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും ഹജ്ജും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരുടെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ ദുആകളിലുമൊക്കെ പാവങ്ങളായ സാധുക്കളായ നമ്മളെ അള്ളാഹു തആല പങ്കുചേർക്കുകയും ശരീക്കാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയും പാവങ്ങൾ അള്ളാഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമീപ ഭാവിയിൽ തന്നെ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ സാധുക്കളായ പാവങ്ങളായ നമുക്കെല്ലാം അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.